ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മീഡിയം. സോ ഗൈസ്, അത് ഞാൻ ഒരു കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൈസ്, അവിടെ നിന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി പുറത്തേക്ക് ഒന്ന് ഇറങ്ങി. ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, ബട്ട് ഫോട്ടോസ് സെറ്റായില്ല. വീഡിയോസ് ഞാൻ കഷ്ടിച്ച് സെറ്റാക്കി. പിന്നെ ചിലതൊക്കെ ഞാൻ കാറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിട്. ദെൻ ഗൈസ്, അടുത്തൊരു വീട്ടിലേക്കായിരുന്നു. കല്യാണത്തിൻ്റെ തലേന്നായിരുന്നു കേട്ടോ ഇത്. കല്യാണത്തിൻ്റെ തലേന്ന് എന്ന് പറയില്ലേ, അങ്ങനെ തന്നെ. ഇത് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ. അതാണ് ഇത്ര ക്ലോസപ്പിൽ ഞാൻ എടുത്തത്. കണ്ണട വെച്ചിട്ടുള്ള. ദെൻ ഗൈസ്, അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ആദ്യം തന്നെ പൊറോട്ടയും സ്റ്റൂ ആയിരുന്നു. സ്റ്റൂ ആയിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റൂ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. ദെൻ ബിരിയാണി ഹായ്. ദെൻ ഐസ്ക്രീം ഹായ്. അല്ല, ഐസ്ക്രീമിനെക്കാട്ടും മുന്നേ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളി ചായ. ഞാൻ എന്തെടുത്തത് എനിക്ക് ഇവിടെ ഓർമ്മയില്ല. എനിക്ക് ഞാൻ നേരെ കാലിക്കറ്റിലുള്ള വീട്ടിലേക്ക് വന്നു. ചേച്ചി അത് കുട്ടികളുടെ സൈക്കിളിൽ ഇരുന്ന് കളിക്കുന്നു. ഇത് ഞാൻ അച്ഛന് മേടിച്ചു വെച്ചതാണ്. ഞാനല്ല, അച്ഛൻ. അപ്പോൾ ആദ്യമൊക്കെ കാറ്റും പോയി. എല്ലാവരും ഇവിടെ കൂട്ടസമേതം പോലെ ഉണ്ട്. ശരണങ്ങൾ മാത്രമില്ല. പെരുമടാൻ ഗൈസ്. ഇത് കാണിക്കാനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇതെനിക്ക് വല്ലാണ്ട് ഒരു എസ്തറ്റിക് ആയിട്ട് തോന്നി. അത് നേരിട്ട് കണ്ട മനസ്സിലാവും ഗൈസ്. ദെൻ ഹെയർ ആക്സസറീസും ഫുൾ ആക്സസറീസും അയച്ചു വെച്ച് ഞാൻ കുളിക്കാൻ പോയി ഗൈസ്. അതിന് ശേഷം കിടന്നു തുടങ്ങി. രാവിലെ എണീറ്റു. ഹായ്. ഗൈസ്, നേരെ വരുന്നത് ഇതാ ഈ സാധനത്തിൻ്റെ മുന്നിലാണ് ഗൈസ്. ഞാൻ നേരെ ലൈറ്റ് ഇട്ടതിന് ശേഷം ബാക്കിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതവിടെ തന്നെ ഉണ്ടടാ. ദെൻ ഈ ചെടിയൊരു എസ്തറ്റിക് തന്നെയാണ്. ഐ മീൻ ഇതിൻ്റെ ഒക്കെ എടുത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ മോന്ത കഴുകി. ഈ കുട്ടി എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്. ഇങ്ങനെ എന്തൊക്കെയോ കോപ്രം കാണിച്ചു. അവസാനം രാവിലെ ആയല്ലോ ഫോട്ടോ എടുക്കുക പറഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു പോസും വരുന്നില്ല ഗൈസ്. അതിന് നാളെ വായ പൊന്തിച്ചതും ചിരിച്ചതും ഒക്കെ ചക്ക മാങ്ങത്തേങ്ങ ഗൈസ്. ദെൻ ഞങ്ങളല്ല ഗൈസ്, ഈ ബാക്കിലൊരു തോക്കുണ്ട്. ആ 2 പിക്ചേഴ്സ് ഉള്ളത് എൻ്റെ അമ്മച്ചനും അമ്മമ്മയുമാണ്. ദെൻ ഇവർ 2 ആൾക്കാരെ ഫോണിൽ കുത്തുകയാണ്. ഹായ് ശുഭം. ദെൻ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. രാവിലെ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ദെൻ ഇതാ ഫുഡ് കഴിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം മസാല ദോശ. സോ അതും അങ്ങനെ തിന്നു കഷ്ടപ്പെട്ട്. മസാലാസൊക്കെ ഞാൻ ആൻറ്റീൻ്റെ കയ്യിൽ കൊടുത്തു. ദെൻ ദോശ മാത്രം ഞാൻ എടുത്ത് ഞണ്ണി. ദെൻ ഗൈസ്, കണ്ടില്ലേ ചൊറിപ്പുഴുകൾ. ചേച്ചി പാത്തുവിനെ ചെറിയ പാവം കഷ്ടപ്പെട്ട് തിന്നുന്ന കാണുന്നില്ല ഗൈസ്. ഒന്ന് സഹായിച്ചൂടെ എന്നുള്ള ഭാവത്തിലാണ് കണ്ടിട്ടാ. അടുത്തത് എന്തൊക്കെയാ കോപ്രായം കാണിക്കുന്നത്. അടുത്തത് അമ്മ വന്നിട്ട് ചൊറയാക്കുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. അമ്മ വന്ന് എന്തൊക്കെയാ കുട്ടീനോട് പറയണ്ടായിരുന്നു. എടുക്കാൻ പറ്റിയില്ല. എങ്കിൽ അച്ഛൻ വന്നതാ ചൊറിയാക്കണം. കുട്ടി കസേരയിൽ പറ്റിപ്പിടിച്ചിട്ട് ഇത് കഷ്ടാണ്. ദെൻ കഴിക്കാൻ നോക്കി. ഞാൻ കഴിക്കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ. ദെൻ പുറത്തിറങ്ങി. അപ്പുറത്തെ വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, അതിനെ കാണാൻ വേണ്ടി പോകുന്നു. ഹായ്. സോ ഗൈസ്, അടുത്ത വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് ഒരാൾ മസിലും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ചില്ലാക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്ത് പോയി വീഡിയോ എടുത്തു. നോക്കുമ്പോൾ അതാ ചിരിക്കുന്നു. ഹായ്, എന്താ രസം നെറ്റി കുടുങ്ങിയിട്ട്. ഭയങ്കര രസമല്ലേ. ദെൻ ഗൈസ്, കുറച്ച് കുഴപ്പമില്ല.
ദെൻ ഗൈസ് ഈ വീട്ടിലെത്തി. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. നല്ല നോക്കിയിരിക്കാൻ പറ്റിയ സ്ഥലം. ബട്ട് ആ വുഡൻ പീസൊക്കെ മാറ്റി നല്ല രസമായിരിക്കും. ഈ കൊച്ചെ അങ്ങോട്ട് പോടാ, എനിക്ക് ഈ കുട്ടീനെ കാണണം. ആ ഈ ദെൻ ഗൈസ് ആ കുട്ടീനെ കണ്ടു. എന്താ പിന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പം ഞാൻ ഇടാം. ഞാൻ ഇടും ചിലപ്പോൾ. ദെൻ ഗൈസ് അവിടെ നേരെയും ഞാൻ ഇറങ്ങി. അമ്മ അവിടെ നിന്ന് വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അല്ല, എന്തൊക്കെയാണ് നടന്നതെന്ന് പറയണ്ടേ നടപ്പ്. ദെൻ ഗൈസ് വീട്ടിലെത്തി. ഞാൻ അവിടെ ഒരു മിഠായി ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ പോയപ്പം. എല്ലാവർക്കും മനസ്സിലായിണ്ടാവുമല്ലോ എന്തായിരിക്കുന്നു. കോപ്പിക്കോ തന്നെയാണ് ഗൈസ്, കോപ്പിക്കോ. ഇതെന്താ ഞാൻ കോപ്പിക്കോ പറിച്ചു തിന്നത് കണ്ടിട്ട് അപ്പാടും അതാ വേറൊരുത്തി എന്നെ നോക്കി പേടിച്ചിട്ട് വരുന്നുണ്ട്. പൊളിച്ച് തരുമോ ഇത്? ഗൈസ് ഞാൻ റെഡിയായി. നോക്കുമ്പോഴത്തേക്കും ഫർവീസിലെത്തി. റെഡിയാവുന്ന വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. ഇത് വേറൊരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. ഇതെൻ്റെ കുട്ടിയേ അല്ല. ഇതും വേറെ ഒരു സാധനമാണ്. രണ്ടെണ്ണത്തിന് എന്താ പൊന്നോ സമാധാനം. ടിറ്റു മാത്രമേ ഉള്ളൂ വായും തുറന്നിട്ട് പിടിച്ചിരുന്നു. കണ്ടില്ലേ? അതന്നെ. ദെൻ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നു. അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല. എന്നാൽ